നമ്മുടെ ഇന്നത്തെ അടുത്ത സെഗ്മെൻറ്റ് വിജയ് വീതി. പേര് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി കനേഡിയൻ മണ്ണിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട്, അതായത് നമ്മുടെ റുട്ടീൻ ലൈഫിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതത്തിൻ്റെ പല പല മേഖലകളിലെത്തിയ ഒത്തിരി ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിജയ് വീതി എന്ന സെഗ്മെൻറ്റിലൂടെ. ഇന്നും നമ്മൾ പരിചയപ്പെടുന്നു അതേപോലെ ഒരു വ്യക്തിയെ, ഇല്ലെങ്കിൽ പറയാം ഒരു ഫാമിലിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുകയാണ്. നിങ്ങൾക്ക് പലർക്കും സുപരിചിതമായ ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇന്നും പരിചയപ്പെടുന്നത് വിജയ് വീതിയിലൂടെ. കനേഡിയൻ മലയാളികൾക്കായി ആദ്യമായിട്ട് കുറേ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും മ്യൂസിക്കും ഒക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി മധുരഗീതം എന്നൊരു FM ചാനൽ ഇവിടെ തുടങ്ങിയ ഒരു സാരഥിയായി വിജയ് സേതുമാധവനെയും മൃദുലിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വിജയ് വീതിയിലൂടെ. അവരുടെ ആ ഒരു 16 വർഷത്തെ ജേർണി 2004 തുടങ്ങിയ ഈ ഒരു സംരംഭം അതെങ്ങനെ വളർത്തിയെടുത്തു, അതിലേക്കുണ്ടായിരുന്ന പ്രതിസന്ധികളും എല്ലാ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നു അടുത്ത സെഗ്മെൻറ്റിലൂടെ. അത് നമുക്ക് കേൾക്കാം വിജയ് വീതിയിലൂടെ. എല്ലാവർക്കും നമസ്കാരം. കേരളീയം എന്ന പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെയും മൃദുലയും ആൾക്കാർ അറിയുന്നത് ഇങ്ങനെ മധുരഗീതത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടാണ്, ഓർ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടാണ്. ഇത് ഫുൾ ടൈം അല്ല, റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ടൈം ജോലിയല്ല. ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഐ എം എ മെക്കാനിക്കൽ എഞ്ചിനീയർ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് കുറച്ച് ഹൈഡ്രോളിക്സ് ലൈനിൽ വർക്ക് ചെയ്തു. ബാംഗ്ലൂരിലും ഇന്ത്യയിൽ കുറേ സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ IT ലൈനിൽ മാറി. അപ്പോൾ തൽക്കാലം IT ആർക്കിടെക്റ്റായിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോവിഡ് റിലേറ്റഡ് ഒരു പ്രോജക്റ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റേഡിയോ എന്ന് പറയുന്നത് ഒരു പാഷനാണ്. സോ ദാറ്റ്സ് ഹൗ വി കെയിം ഇൻ ടു ദിസ് ലൈൻ. എൻ്റെ പേര് മൃദുല. I worked for Times of India in Bangalore before moving to Toronto, and ഇപ്പോൾ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു in the sales department, and of course all of you know me as the creative director of Madhurageetham. കോളേജ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു ഫ്യൂ മന്ത്സ് ഞാൻ ചെന്നൈയിൽ ഇങ്ങനെ ആഡ്സ് ലൈനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മീഡിയയുടെ കൂടെ എനിക്ക് കുറച്ചൊരു കണക്ഷൻ ഉണ്ടായത്. പിന്നെ ഇവിടെ വന്നതൊക്കെ IT ജോലിയായിരുന്നു. ഏർലി 2000 എന്ന് പറയുന്ന സമയം, ആ സമയത്ത് വളരെ ചുരുങ്ങിയ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു മലയാളി കമ്മ്യൂണിറ്റി. ഇന്ന് കാണുന്ന പോലെയല്ല. ഇന്ന് ഞാനൊരു ലാസ്റ്റ് സമ്മർ സഡ്ബറി എവിടെയോ ഡ്രൈവ് ചെയ്തപ്പോൾ ടിം ഹോർട്ടൻസ് വരെ മലയാളത്തിലാണ് സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തു. സോ ഇറ്റ് വാസ് സോ ഡിഫറെൻറ്റ്, യുനോ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആ സമയത്ത് ഈവൻ ടു മീറ്റ് എ ഫെലോ മലയാളി ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൾട്ട്. ഓണം പരിപാടി എന്ന് പറഞ്ഞാൽ അന്നാണ് ഇത്രയും ഒരു 200-300 മലയാളീസിനെ ഒരു സ്ഥലത്ത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 700-800 ആൾക്കാർ ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് കൂടുന്നുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് ടൈം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇനീഷ്യലി കുറച്ച് നമ്മളിങ്ങനെ ആലോചിച്ചു ഇത് ചെയ്യണോ വേണ്ടേ. ബിക്കോസ് ആ സമയത്ത് ഇങ്ങനെ മലയാളം മീഡിയ ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ എത്നിക് മീഡിയ തന്നെ കുറച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് ദൂരദർശൻ സ്റ്റൈലായിരുന്നു. 2 ചെയറിലൊക്കെ കസേരയിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുക ആൾക്കാർ. സോ അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മൃദുലയും കുറേ ഇങ്ങനെ മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു മലയാളം മ്യൂസിക് പ്ലസ് ഇവിടെ നടക്കുന്ന കമ്മ്യൂണിറ്റി റിലേറ്റഡ് തിങ്സ് നമുക്ക് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 2004 ഒരു ഹാഫ് ആൻ അവർ ഷോ ആയിട്ടാണ് സെപ്റ്റംബർ 2004 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് അതിങ്ങനെ പതുക്കെ വിത്ത് ഓൾ സപ്പോർട്ട് ഫ്രം ദ കമ്മ്യൂണിറ്റി നമ്മളിങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് 2 hours പ്രോഗ്രാമായിട്ട് അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓണപരിപാടിയും പിന്നെ അതുപോലെ ക്രിസ്മസ് പരിപാടിയൊക്കെ നടക്കുമ്പോൾ അവർ അനൗൺസ് ചെയ്യും. എല്ലാ അസോസിയേഷൻസും നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വേർഡ് ഓഫ് മൗത്ത് ഇറ്റ് കൈൻഡ് ഓഫ് സ്പ്രെഡ്. ആൻഡ് പ്ലസ് വി വർ ഫോക്കസിങ് ഓൺ ദ ക്വാളിറ്റി. നല്ല ഹാഫ് ആൻ അവർ ആയാലും നല്ല പാട്ടുകളും അതുപോലെ കമ്മ്യൂണിറ്റിക്ക് യൂസ്ഫുൾ ആയിട്ട് ഇൻഫർമേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട്. To add on to what Vijay was saying, we were newly married back then. എന്നിട്ട് വിജയ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് റേഡിയോ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ I thought it was a very very risky proposition, and എൻ്റെ കാട്ടിലും മേ ബി ഒരു 100 times മോർ കോൺഫിഡൻസ് വിജയൻ്റെ ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് ഒരു വലിയൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ നോക്കുമ്പോഴേക്കും 16 years ആയി. അൺബിലീവബിൾ 16 years. And together we came up with the name Madhurageetham. Actually, I think it was Vijay who came up with the name. അപ്പോൾ
ഇന്ന് ആ പേരിന് ശരിക്കൊരു അർത്ഥമുണ്ട് ബിക്കോസ് 16 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അതിന് ശരിക്കൊരു മധുരമുണ്ട്. അങ്ങനെ 2004 ഒരു എനർജിയിലെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെയാണ് ദി ആക്ച്വൽ തിങ് സ്റ്റാർട്ടഡ് യുനോ. അതിന് എവറി മന്ത് നമുക്കൊരു എയർ ടൈം ഫീ ആയിട്ട് വി ഹാവ് ടു പേ മണി. അതുപോലെ ഓഡിയോ പ്രൊഡക്ഷൻ കോസ്റ്റ് യുനോ, അത് എങ്ങനെയും സ്പോൺസർഷിപ്പ് എമൗണ്ട് ഒന്ന് കണ്ടെത്തണം. അങ്ങനെ കുറേ ചാലഞ്ചസ്. ഇറ്റ് വാസ് നോട്ട് ഈസി. പക്ഷേ ബിഹൈൻഡ് in my mind I was always thinking ഈ ടഫ് ഫേസ് എങ്ങനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ somehow we'll be able to do it really well. അപ്പോൾ അങ്ങനെ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഒരു ടീതിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, കുറേ വർഷങ്ങൾ ഇൻഫാക്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല സ്പോൺസർഷിപ്പും കിട്ടാൻ തുടങ്ങി. ബിക്കോസ് വൺസ് വി സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ ഷോ, സ്ലോലി അത് നല്ല പോസിറ്റീവ് റിവ്യൂസ് ഫ്രം പീപ്പിൾ യുനോ. അവരെപ്പോഴും ഫീഡ്ബാക്ക് വിളിച്ച് പറയുമ്പോൾ ഇത് നന്നായിരുന്നു, ഇങ്ങനെ ഇത് കുറച്ചുകൂടി ശരിയാക്കാമെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വി സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ്, ബിൽഡിങ് ഓൺ ദോസ് കോൺസെപ്റ്റ്സ് ആൻഡ് വി സ്റ്റാർട്ടഡ് ഗിവിങ് ബെറ്റർ ഷോസ്. അപ്പോൾ സ്പോൺസർഷിപ്പ് പതുക്കെ എങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് വി വർ ഏബിൾ ടു സർവൈവ് ദാറ്റ് ഇനീഷ്യൽ പീരിയഡ്. ബട്ട് ദെൻ ഇറ്റ് വാസ് നോട്ട് ഈസി. ഐ മീൻ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, ചില ദിവസം ഇങ്ങനെ 4 മണി വരെയൊക്കെ റെക്കോർഡിങ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരും. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് അഗെയിൻ 7 o'clock പോയിട്ട് ഷോ ചെയ്യണം. കാനഡയിൽ എവിടെ മഞ്ഞുണ്ട് മഴയുണ്ട്, എന്തായാലും ഷോ നടക്കണം. അപ്പോൾ അങ്ങനെ ഇനിഷ്യലി വി സ്ട്രഗിൾഡ് എ ലോട്ട്. ബട്ട് വി വർ ലക്കി യുനോ, നല്ല RJs നമുക്ക് കിട്ടി. സ്വരൂപ് എന്ന് പറഞ്ഞ ഒരു നല്ല RJ ആയിരുന്നു. സുചിത്ര വാസ് there initially. സുചിത്ര, പിന്നെ സ്വരൂപ് was there initially. അത് കഴിഞ്ഞ് 2007 ആകുമ്പോൾ നമുക്ക് ബിന്ദു നല്ല ഒരു RJ നമുക്ക് കിട്ടി. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ഇവരെല്ലാം. യുനോ ശരിക്കും താരങ്ങളെന്ന് പറഞ്ഞാൽ അവരാണ്. they really work hard. Every week. Just wanted to mention all their names in fact. Bindu, Varna, Joby, Vidya, Karthik, and now Lalu has joined the team. Suma also was a part of the team. ശരിക്കും പറഞ്ഞാൽ അവരാണ് backbone of Madhurageetham, and to both of us they are actually like family. ഇത് ഒരു പാചകം ചെയ്യുന്ന പോലെ every week we have to serve something new, interesting. അപ്പോൾ every week we have to come up with some creative things. It was not easy initially, but then we really worked hard towards it. And now we have a variety of segments. We started adding travel segment, പിന്നെ പാചകം. ഇപ്പോൾ ആഷ റെജി, ഷീസ് ഡൂയിങ് എ നാടൻ രുചി എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സെഗ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വി സ്റ്റാർട്ടഡ് ബിൽഡിങ് ഓൺ ഇറ്റ് യുനോ. പുതിയ സെഗ്മെൻറ്റും ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യങ്ങളും. അതുപോലെ ഇൻ്റർവ്യൂസ് വി ഹാവ് ഡൺ plenty of interviews, yeah. With KG Yeshudas, പിന്നെ ഈവൻ ആക്ടേഴ്സ് കുറേ ആൾക്കാർ, തിലകൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജയറാം, some of the very notable celebrities. ജഗതി, അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. So when we really look back, it's all pleasant memories. And it's still a challenge because you know, all said and done, ഇതിപ്പോൾ എല്ലാ ശനിയാഴ്ചയാണ് 2 മണിക്കൂറാണ്. സോ നമുക്കതിൽ കുറേ വ്യത്യാസമായിട്ട് കുറേ അതിൽ പരിപാടിക്ക് കൊണ്ടുവരുന്നുണ്ട്. ബട്ട് ദെൻ വി ഹാവ് അവർ ഓൺ challenges and restrictions. Our 2 hours music has to be a part of it. You know, we have to give due importance to our sponsors. We have to fill it up with the community news and events. So there's so much more we want to include every week, and we are trying our best to bring about a balance. Ad entertaining aita, informative aita, at the same time radio de aaru nostalgia adinte oru charm undallo adum kalayan pattilla. So it's all about striking a balance, and we are continuing to do our best. It's still not there, but we are music, information, entertainment. So ee 3 element aanu nammal focus cheyyunnathu. Adepole criticism also, you know, they take the ownership, and you know, they are very open about it, and they'll say onnu ശരിയായില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ വിളിച്ച് പറയും. അപ്പോൾ നമ്മൾ we take it in the right sense, you know. When ഇപ്പോൾ പബ്ലിക്കിൽ ഒരു ഇതുപോലെ ഒരു radio or even a television show നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർ there will be people who criticize, some people will take it well. അത് റിയൽ ക്രിറ്റിസിസം ആയിരുന്നെങ്കിൽ നമ്മൾ അത് ഡെഫിനറ്റ്ലി we look into it and work hard to fix that problem. So അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുനോ നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് ഫോക്കസ് വാസ് ഓൾവേസ് ദ മലയാളി കമ്മ്യൂണിറ്റി. ബിക്കോസ് ഞാനൊരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ മധുരഗീതം സ്റ്റാർട്ട് ചെയ്തപ്പം മനസ്സിലുണ്ടായിരുന്നത് ഇറ്റ് ഷുഡ് ബി എ വോയിസ് ഓഫ് കനേഡിയൻ മലയാളീസ്. അതായിരുന്നു the bottom line, you know, of the show. അപ്പോൾ anything we do community centered ആയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇവൻറ്റ്സ് ആയിക്കോട്ടെ,
or any news that mainstream news in something that is focusing on Malayalis or anything that's related to Malayalis, അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഷോയിൽ എപ്പോഴും അത് ഫോക്കസ് ചെയ്ത് പ്രോഗ്രാമിങ് ചെയ്യാറുണ്ട്. അപ്പോൾ വെരെവർ വി ഗോ ലൈക്ക് മ്യൂസിക് ആണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. പക്ഷേ മ്യൂസിക് ഇസ് നോട്ട് ജസ്റ്റ് ദ ഓൺലി തിങ്. ലൈക്ക് വി വാണ്ട് ടു മേക്ക് ഷുവർ we do meaningful programming. Whenever somebody listens to the show, there should be some takeaway. Avaru kettittu after the show is over, they should think avaru parnadu it makes sense. Angane oru reethiyilana nammal programming cheyyunna, the way the program is structured. See, programming etra important o adupole even the sponsorship, because we need money to kind of produce good programs. അപ്പോൾ ലക്കിലി സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ നമുക്ക് നല്ല സ്പോൺസേഴ്സ് ഉണ്ടായിട്ടുണ്ട്. മനോജ് കരാത്ത നമ്മുടെ ഗ്രാൻഡ് സ്പോൺസർ. മനോജ് കരാത്ത ഇവിടെ എത്രയോ പ്രോഗ്രാംസ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. മധുരഗീതം വാസ് എ ഫസ്റ്റ് പ്രോഗ്രാം ദാറ്റ് ഹീ സ്പോൺസേർഡ്. ഇൻഫാക്ട് വെൻ ഹീ സ്റ്റാർട്ടഡ് ഹിസ് ബിസിനസ് 2004-2005 മധുരഗീതം സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് സെയിം ടൈം. സോ വി ഹവ് ഗ്രോൺ ഇൻ പാരലൽ. സോ ഹി ഹസ് റിയലി സപ്പോർട്ടഡ് അസ്. നമ്മൾ എന്ത് ഇവൻറ്റ്സോ എന്ത് ചെയ്താലും അതിന് പിന്നിൽ മനോജ് ഹസ് ഓൾവേസ് സപ്പോർട്ടഡ്. അതുപോലെ കുറേ സ്പോൺസേഴ്സ്, അവരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് വി വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ദിസ് റേഡിയോ ഷോ. So 5 years back we started doing Telugu radio under the name of Morning Raga. For 5 years later it's going well and we have received a good response from the Telugu listeners. Under the Morning Raga banner, we conducted Miss and Mrs. Telugu Canada. 34 contestants and we had over 600 people who actually attended the event. So for us it's a big milestone personally. And then most recently, since the pandemic has started, we conducted an online singing competition called Canadian Malayali Idol in partnership with our good friends Manoj and Ratish. Again, it was very well received. ശരിക്കും 2020 is continuing to be a challenging year. But then like one of the main things, നമ്മൾ റേഡിയോ എന്ന് പറയുമ്പോൾ കുറേ ഗെസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് they come and we do interactive interviews and programming. ശരിക്കും ഈ 2020 we were not able to do it so well. Mostly ഫോൺ കൂടിയാണ് നമ്മൾ ചെയ്തത്. So we are so looking forward as a team for 2021. Vaccine വന്നു കഴിഞ്ഞാൽ hopefully we'll be able to bring in guests and do programming like we always we have done in the past. കേരളീയം എന്ന പരിപാടിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതിന് വളരെ വളരെ നന്ദി. We were able to share നമ്മുടെ ഒരു ജേർണിയും നമ്മുടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. അതിന് ബിഗ് താങ്ക്സ് ടു യു. Madhurageetham is your show, as we always say. We have grown in front of your eyes. അപ്പോൾ എന്താ അതിലെന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ always feel free to call us. We are like family to you. You should always feel free to contact us. And expect bigger shows next year. We'll be giving more relevant programming. 16 years ആയിട്ട് നമ്മൾ ഈ മധുരഗീതം റേഡിയോ ചെയ്യുന്നുണ്ട്. Next year 2021 will be bigger and better. അതിനുള്ള ഗ്യാരണ്ടി നമ്മൾ ഡെഫിനറ്റ്ലി we are going to give you that. And മധുരഗീതം വക എല്ലാവർക്കും പുതുവർഷം ആശംസകൾ. നന്ദി, നമസ്കാരം. അപ്പോൾ കേരളീയത്തിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ എപ്പിസോഡായിരുന്നു ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാക്സിനൊക്കെ എത്തിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും പുതിയ നാളുകളിലേക്ക് നമ്മൾ നോക്കുകയാണ് 2021 എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് കേരളീയത്തിൽ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും ഒത്തിരിയധികം നന്ദി. ഒത്തിരിയധികം പുതിയ കാഴ്ചകൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വർഷത്തെ പുതിയ എപ്പിസോഡിൽ നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. വീണ്ടും നമ്മൾ കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ടിൽ ദെൻ ഇറ്റ്സ് മീക്ക സൈനിങ് ഓഫ്.